Hi friends, ഇന്നത്തെ നമ്മുടെ വീഡിയോ ഒരു സ്വീറ്റ് റെസിപ്പിയാണ്. അപ്പോൾ ഗോതമ്പ് നുറുക്ക് വെച്ചിട്ട് തയ്യാറാക്കിയിട്ടുള്ള നല്ലൊരു കേസരിയാണ് ഇന്ന് നമ്മൾ റെഡിയാക്കുന്നത്. സാധാരണ നമ്മൾ റവ വെച്ചിട്ടാണ് കേസരിയൊക്കെ ഉണ്ടാക്കാറുള്ളത്. ഇത് നമ്മൾ റേഷൻ കടയിൽ നിന്നൊക്കെ കിട്ടിയിട്ടുള്ള ഗോതമ്പ് നുറുക്ക് വെച്ചിട്ട് എങ്ങനെയാണ് നല്ല ടേസ്റ്റി ആയിട്ടുള്ള കേസരി ഉണ്ടാക്കുക എന്നുള്ളതൊന്ന് നോക്കാം. അപ്പോൾ കേസരി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഇതുപോലെയുള്ള ഗോതമ്പ് നുറുക്കാണ് എടുത്തിട്ടുള്ളത്. നമ്മൾ റേഷൻ കടയിൽ നിന്നൊക്കെ കിട്ടുന്ന അതേ ഗോതമ്പ് നുറുക്കാണ് കേട്ടോ ഇത് 1 കപ്പാണ് എടുത്തിട്ടുള്ളത്. അതൊരു ബൗളിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇത് നന്നായിട്ടൊന്ന് കഴുകിയെടുക്കണം. എന്നിട്ട് നമുക്ക് വെള്ളമൊക്കെ പോകാൻ വേണ്ടിയിട്ട് ഇതുപോലെ ഒരു അരിപ്പയിൽ ഊറ്റി വെക്കാം. ഇപ്പോൾ ഇതിലുള്ള വെള്ളമൊക്കെ അത്യാവശ്യം ഒന്ന് വാർന്ന് ചെറുതായിട്ടൊന്ന് ഡ്രൈ ആയി വന്നിട്ടുണ്ട്. ഇനി ഒന്നും കൂടി ഡ്രൈ ആയി കിട്ടാൻ വേണ്ടിയിട്ട് നമുക്ക് ഇതുപോലെ ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ട് അതിലിട്ടിട്ട് ഒന്ന് ചൂടാക്കിയെടുക്കാം. എന്നിട്ട് ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുത്തിട്ട് ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കണം. ഈ ഗോതമ്പ് നുറുക്കൊന്ന് ഡ്രൈ ആയി വന്നാൽ മതി. ഇപ്പോൾ ഇതൊന്ന് നന്നായിട്ട് ചൂടായി ഒന്ന് ഡ്രൈ ആയി വന്നിട്ടുണ്ട് കേട്ടോ. ഇനി കുറച്ച് സമയം കൂടെ ഒന്ന് നമുക്ക് റോസ്റ്റ് ചെയ്തെടുത്തിട്ട് ഫ്ലെയിം ഓഫാക്കി ചൂടാറാനായിട്ട് മാറ്റി വെക്കാം. ഇപ്പോൾ ഇത് നന്നായിട്ടൊന്ന് ചൂടാറി വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് മിക്സിയുടെ ചെറിയ ജാറിലിട്ടിട്ട് ഒന്ന് പൊടിച്ചെടുക്കാം. അപ്പോൾ 2 ബാച്ചായിട്ട് ഇട്ട് കൊടുക്കാം. ആദ്യത്തെ ബാച്ച് ഇവിടെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് അടച്ചു വെച്ചിട്ട് ഇതുപോലെ ഒന്ന് നന്നായിട്ട് പൊടിച്ചെടുക്കാം. ഒരുപാട് ഫൈനായിട്ടൊന്നും പൊടിഞ്ഞു വരില്ല കേട്ടോ. ഇത് ഇത്ര തന്നെ പൊടിഞ്ഞു വരുള്ളൂ. ചെറുതായിട്ടൊരു തരിയുള്ള രൂപത്തിലാണ് പൊടിഞ്ഞു വരിക. ഇത്രയും മതി. ഇനി ബാക്കിയുള്ളതും കൂടെ നമുക്കിതുപോലെ തന്നെ പൊടിച്ചെടുക്കാം. എന്നിട്ട് ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ട് അതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂണ് നെയ്യ് ഒഴിച്ചു കൊടുക്കാം. നെയ്യൊന്ന് മെൽറ്റായതിനു ശേഷം ഞാനിവിടെ കുറച്ച് കിസ്മിസ് ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതൊന്ന് വറുത്ത് നമുക്ക് കോരി മാറ്റി വെക്കാം. ഇനി ഇതേ നെയ്യിലോട്ട് നമുക്ക് 1 കപ്പ് പാൽ ഒഴിച്ചു കൊടുക്കാം. ഇതൊന്ന് നന്നായിട്ട് തിളച്ചിട്ട് വരട്ടെ. പാല് തിളച്ച് വന്നതിന് ശേഷം നമുക്കിതിലേക്ക് നമ്മൾ പൊടിച്ചു വെച്ചിട്ടുള്ള ഗോതമ്പ് നുറുക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇതൊന്ന് ഇളക്കി കൊടുക്കുക. ഇനി ഇതൊന്ന് നന്നായിട്ട് ഈ പാലിൽ കിടന്നിട്ടൊന്ന് വെന്തിട്ട് വരണം. ഇനി ഇതിലേക്കൊരു 1/2 ടീസ്പൂൺ ഏലക്കാപ്പൊടി കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ ഏലക്ക പഞ്ചസാര ചേർത്ത് പൊടിച്ചെടുത്തത് കൊണ്ടാണ് കേട്ടോ ഇത്ര ചേർത്ത് കൊടുക്കുന്നത്. അല്ലെങ്കിൽ ഒരു 2 ഏലക്കായ പൊടിച്ചെടുത്തിട്ട് ചേർത്ത് കൊടുത്താൽ മതി. ഇനി നമുക്ക് കേസരിക്ക് നല്ലൊരു കളർ കിട്ടാൻ വേണ്ടിയിട്ട് ഞാനിവിടെ മഞ്ഞൾപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഫുഡ് കളർ വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം. പക്ഷേ ഫുഡ് കളർ എപ്പോഴും നമ്മൾ ഒഴിവാക്കുന്നതാണ് നല്ലത്. ഇപ്പോൾ ഇത് പാലൊക്കെ വറ്റി ഏകദേശം നന്നായിട്ടൊന്ന് തിക്കായി വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമുക്കൊരു നുള്ളു ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ട് ഇളക്കി കൊടുക്കാം. ഇപ്പോൾ ഇത് നല്ല ഡ്രൈ ആയി പാനിൽ നിന്നൊക്കെ വിട്ട് വരുന്ന പാകത്തിലായി വന്നിട്ടുണ്ട്. ഇനി ഫ്ലെയിം ഓഫ് ആക്കാം. എന്നിട്ട് നമുക്കിതിലേക്ക് നേരത്തെ വറുത്ത് വെച്ചിട്ടുള്ള കിസ്മിസ് ചേർത്ത് കൊടുത്തിട്ട് മിക്സ് ചെയ്തെടുക്കാം. പിന്നെ ഇതിലേക്ക് മധുരത്തിന് ആവശ്യമായിട്ടുള്ള പഞ്ചസാര ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമ്മൾ ലാസ്റ്റാണ് പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നത്. അതുകൊണ്ട് തന്നെ പൊടിച്ചിട്ടാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. 1/2 കപ്പ് പൊടിച്ച പഞ്ചസാരയാണ് ചേർത്ത് കൊടുക്കുന്നത്. പഞ്ചസാരയുടെ പൊടിയാണ് കേട്ടോ 1/2 കപ്പ്. ഇതൊരു കറക്റ്റ് മധുരമാണ് ഇതിലേക്ക്. ഇനി കൂടുതൽ മധുരം വേണ്ടവർക്ക് 1 ടേബിൾ സ്പൂണും കൂടെ ആവാം. ഇനി നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ പഞ്ചസാര നമ്മൾ ആദ്യം തന്നെ ചേർത്ത് കൊടുക്കാത്തത് എന്താണെന്ന് വെച്ചാൽ ഗോതമ്പ് നുറുക്ക് നന്നായിട്ട് വെന്ത് കിട്ടില്ല ആദ്യം തന്നെ പഞ്ചസാര ചേർത്ത് കൊടുത്താൽ. അപ്പോൾ ഇതുപോലെ വെന്തതിന് ശേഷം പൊടിച്ചിട്ട് ചേർത്ത് കൊടുക്കുകയാണ് നല്ലത്. ഇനി ഇത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. പഞ്ചസാരയൊക്കെ എല്ലാ ഭാഗത്തും എത്താൻ വേണ്ടിയിട്ട്. അപ്പോൾ പഞ്ചസാര പൊടി ആയതുകൊണ്ട് പെട്ടെന്ന് തന്നെ ഇതിൽ യോജിച്ച് കിട്ടും കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ. നമ്മുടെ കേസരി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് സെർവിങ് ബൗളിലാക്കിയിട്ട് മുകളിൽ നട്ട്സൊക്കെ ഇട്ട് സെർവ് ചെയ്യാം. അപ്പോൾ നമ്മുടെ ഗോതമ്പ് നുറുക്ക് കേസരി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മുകളിലായിട്ട് കുറച്ച് കാഷ്യൂസും അതുപോലെ ബദാമും പിസ്താഷ്യം കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്.
അപ്പോൾ എല്ലാവർക്കും ഈ ഒരു റെസിപ്പി ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, അതുപോലെ ഷെയർ ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ താഴെ കമൻറ്റ് ചെയ്യുക. പിന്നെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും കൂടെ ചെയ്യണേ. അപ്പോൾ ഇനി മറ്റൊരു നല്ല റെസിപ്പിയുമായിട്ട് വീണ്ടും വരാം. താങ്ക്